ആകാശം പിളർന്നിറങ്ങി വരയണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ. ശത്രുക്കൾ അങ്ങയുടെ നാമം അറിയട്ടെ. അവിടുന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾ വിചാരിക്കാത്ത ഭയാനകമായ കാര്യങ്ങൾ ചെയ്തപ്പോൾ അവിടുത്തെ മുൻപിൽ പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു. ആമേൻ. അയ്യോ, എന്തു പറ്റി? വന്നേ, വാ. കണ്ണാടി വെക്കാൻ പറഞ്ഞാൽ കേക്കില്ല. ഇരുന്നേ. എന്തെങ്കിലും പറ്റിയോ? ഇല്ല ഇല്ല. ഓക്കെ ആണോ? ഞാൻ പോയെടുക്കാം. റിച്ചാർഡ് മോളെ എന്നെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ നിനക്ക് 12 വയസ്സാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെ ഞാൻ ഇല്ലാതായ നിനക്ക് ആരാ ഒരു കൂട്ടെന്ന് ഞാൻ ഇന്നലെ മൊത്തം ചിന്തിക്കുമായിരുന്നു. സാധാരണ ഇത് പതിവില്ലാത്തതാണല്ലോ. ഇനി എന്താ, മണി ഹേസ്റ്റ് നിർത്തി മലയാളം സീരിയൽ വല്ലതും കണ്ടോ? നീ കളിയാക്കണ്ട, എനിക്ക് പ്രായം കൂടി വരുവാ, പറഞ്ഞേക്കാം. ഓ, കല്യാണം കഴിപ്പിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ്. ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ദേ, ഈ കാര്യത്തിൽ തീരുമാനം എടുക്കണം, പറഞ്ഞേക്കാം. അപ്പൊ ഞാൻ പോയാ ഗ്രേസ് മോൾ ഒറ്റയ്ക്കാവില്ലേ? ആ പ്രൊഫസർ ഉള്ളതുകൊണ്ട് നേരം പൊക്കോളും. ഏത് പ്രൊഫസർ? മണീഷ് പ്രൊഫസർ. ഓഹോ, അവന്മാര് കംപ്ലീറ്റ് കള്ളന്മാരാ. അതും കണ്ടോണ്ട് ഇവിടെ ഇരുന്നോട്ടോ. അതൊക്കെ പോട്ടെ, നീ നിന്റെ തീരുമാനം പറഞ്ഞേ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ രാജനോട് പറഞ്ഞോളാം. ആഹാ, നിങ്ങൾ തമ്മിൽ മച്ചാണല്ലോ. എന്റെ ജിനി, കഴിക്കുമ്പോഴെങ്കിൽ ഇതൊന്ന് മാറ്റി വെക്കേ. ഓക്കെ. ഗ്രേസ് മോൾ, നോ ഫോട്ടോസ്. സോറി മോളെ, സോറി. എന്തായി? ഇപ്പൊ ഇത് 3ാമത്തെ മർഡറാ. പിന്നെ ഭാഗ്യത്തിന് ആ സ്ത്രീയുടെ ഹസ്ബൻഡ് സ്ഥലത്തില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ അയാളുടെ കാര്യവും തീരുമാനമായനെ. വെള്ളം ഇത് അമ്മമ്മ ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പച്ചൻ ഇതേ സിഗരറ്റാ വലിച്ചോണ്ടിരുന്നത്. പുറത്തുനിന്ന് ആര് വന്നാലേ ഇത് കൊണ്ടുവരാൻ പറയും. ഇതെല്ലാം ഫോറിൻ സിഗരറ്റ് ആണല്ലോ. പഴയ മേഡേഴ്സിന്റെ നോർമൽ സിഗരറ്റ്. ഗ്രേസ് മോൾ, കിട്ടി, ക്ലൂ കിട്ടി. ഓക്കെ, പൊയ്ക്കോ. ഒരു മിനിറ്റ്. അതെ, ഈ ക്ലൂ കണ്ടുപിടിച്ച കാര്യം ഇനി ആരോടും പറയാൻ നിൽക്കണ്ട. എന്റെ ബ്രില്യൻ വർക്ക് ആ രീതിയിൽ പുറത്തറിഞ്ഞാൽ മതി. അല്ലെങ്കിൽ എനിക്ക് കുറച്ചില്ല. ഓ, ഓക്കെ, താങ്ക് യു.